രാമാഗമന മഹോത്സവം എത്രയോ ആമോദം ഉൾക്കൊണ്ട് കേട്ടു ഗുഹൻ തഥാ. സ്വാമിയായ ഇഷ്ട വയസ്യനായുള്ളൊരു രാമൻ തിരുവടിയെ കണ്ടു വന്ദിപ്പാൻ പക്വ മനസ്സൊടു ഭക്തേവ സത്വരം പക്വഫല മധു പുഷ്പാദികളെല്ലാം കൈക്കൊണ്ട് ചെന്നു രാമാഗ്രേ വിനിക്ഷിപ്യ ഭക്തൈവ ദണ്ഡ നമസ്കാരവും ചെയ്ത് പെട്ടെന്നെടുത്തെഴുന്നേൽപ്പിച്ചു ഭക്ഷസി. തുഷ്ട്യാദൃഢമണച്ചാശ്ലേഷവും ചെയ്തു മന്ദഹാസം പൂണ്ട് മാധുര്യപൂർവകം മന്ദേതരം കുശല പ്രശ്നവും ചെയ്തു. കഞ്ചവിലോചനൻ തൻ തിരുമേനി കണ്ടഞ്ജലി പൂണ്ടു ഗുഹനുമുര ചെയ്തു. ധന്യനായിരണീയനിന്നു കേവലം നിർണയം നൈഷാദ ജന്മവും പാവനവും നൈഷാദമായുള്ള രാജ്യമീതു ഒരു ദൂഷണഹീനമധീനമല്ലോ തവ. കിങ്കരനാമടിയനെയും രാജ്യവും സങ്കടം കൂടാതെ രക്ഷിച്ചു കൊള്ളുക. സന്തോഷമുൾക്കൊണ്ടിനി നിന്തിരുവടി സന്തതമത്ര വസിച്ചരുളിയിടണം. അന്തഃപുരം മമ ശുദ്ധമാക്കിയിടണം. അന്തർമുത പാദപത്മരേണുക്കളാൽ മൂലഫലങ്ങൾ പരിഗ്രഹിക്കേണമേ. കാലേ കനിവോടനുഗ്രഹിക്കേണമേ. ഇത്തരം പ്രാർത്ഥിച്ചു നിൽക്കും ഗുഹനോട് മുക്തകാസം പൂണ്ടരുൾ ചെയ്തു രാഘവൻ. കേൾക്ക നീ വാക്യം മതീയം മമ സഖേ. സൗഖ്യമിതിൽ പരമില്ലെനിക്കേതുമേ. സംവത്സരം 14 കഴിയണം സംവസിച്ചിടുവൻ ഗ്രാമാലയങ്ങളിൽ. അന്യദത്തം ഭുജിക്കുന്നതുമില്ലെന്ന് മന്യേ. വനവാസ കാലം കഴിയോളം രാജ്യം മമൈതൻ ഭവാൻ മത്സഖിയല്ലോ. പൂജ്യനാം നീ പരിപാലിക്ക നിർണയം. കുണ്ഠഭാവം ചെറുതുണ്ടാകയും വേണ്ട. പൂജ്യനാം നീ പരിപാലിക്ക സന്തതം ചെറുതുണ്ടാകയും വേണ്ട. കൊണ്ടുവരിക വടക്ഷീരമാശു നീ. തൽക്ഷണം കൊണ്ടുവന്നു വടക്ഷീരവും ലക്ഷ്മണനോടും കലർദൂരകൂത്തമൻ. ശുദ്ധ വടക്ഷീരഭൂതികളെ കൊണ്ട് ബദ്ധമായൊരു ജടാമകുടത്തോടും സോദരൻ തന്നാൽ കുശലാദ്യങ്ങളാൽ സാദരമാസ്തൃതമായ തൽപസ്ഥലേ പാനീയമാത്രമശിച്ചു വൈദേഹിയും താരുമായി പള്ളിക്കുറുപ്പു കൊണ്ടിടിനാൻ. പ്രാസാദമൂർത്തി പര്യങ്കേ യഥാപുരാ വാസവും ചെയ്തുടങ്ങിയിടുന്നതുപോലെ. ലക്ഷ്മണൻ വില്ലുവമ്പും ധരിച്ചന്തികെ രക്ഷിച്ചു നിന്നു ഗുഹനോടുകൂടവേ. ലക്ഷ്മീപതിയായ രാഘവസ്വാമിയും ലക്ഷ്മി ഭഗവതിയാകിയ സീതയും വൃക്ഷമൂലെ കിടക്കുന്നതു കണ്ടതി ദുഃഖം കലർന്ന ബാഷ്പാകുലയായ കുലയായ ലക്ഷ്മണനോട് പറഞ്ഞു തുടങ്ങിനാൻ. പുഷ്കര നേത്രനെ കണ്ടീലയോ സഖേ. പർണതൽപേ ഭുവി നാലുമൂലെ കിടന്നർണോജ നേത്രന് നങ്ങുമാറായത്. സ്വർണതൽപേ ഭവനോത്തമേ സൽപുരേ. പുണ്യ പുരുഷൻ ജനകാത്മജയോടും പള്ളിക്കുറുപ്പു കൊള്ളും മുന്നമിന്നിഹ പല്ലവ പല്യങ്ക സീംനിവനാന്തരേ. ശ്രീരാമദേവന് ദുഃഖമുണ്ടാകുവാൻ കാരണഭൂതയായി വന്നിതു കൈകേയി. മന്ദരാചിത്തമസ്തായ കൈകേയിതാൻ ഹന്തമഹാപാപം ആചരിച്ചാടല്ലോ. ശ്രുത്വാഘോക്തികളിത്തമാഹന്ത സൗമിത്രയും സത്വരമുത്തരം ചൊല്ലിനാൻ. ഭദ്രമതേ ശൃണു മധ്വജനം രാമഭദ്രനാമം ജപിച്ചിടുക സന്തതം. കസ്യ ദുഃഖസ്യാഗോ ഹേതുർജഗത്രയേ കസ്യ സുഖസ്യ വാ കോപി ഹേതുസഖേ. പൂർവജന്മാർജിത കർമ്മമത്രേ ഭുവി സർവലോകർക്കും സുഖദുഃഖ കാരണം. ദുഃഖസുഖങ്ങൾ ദാനം ചെയ്വതിന്നാര് ഉൾക്കാമ്പിൽ ഓർത്തു കണ്ടാനില്ല നിർണയം. ഏകൻ മമ സുഖദാതാ ജഗതി മറ്റേകൻ മമ ദുഃഖദാതാവിധി വൃത. തോന്നുന്നിതജ്ഞാന ബുദ്ധികൾക്കെപ്പോഴും തോന്നുകയില്ല ബുധന്മാർക്കതേതുമേ. ഞാനിതിന്നു കർത്താവെന്ന് തോന്നുന്നു മാനസ താരിൽ വൃതാഭിമാനേന കേൾ. യോഗം നിജ കർമ്മസൂത്രബദ്ധം സഖേ. ഭോഗങ്ങളും നിജ കർമാനുസാരികൾ. വൃത്തായുദാസീന പാന്ത്രവ ദ്വേഷമധ്യസ്ഥ സുഹൃജ്ജനഭേദ ബുദ്ധിഭ്രമം. ചിത്രമത്രേ നിരൂപിച്ച സ്വകർമ്മങ്ങൾ എത്ര വിഭാവ്യതേ തത്ര യഥാ തഥാ. ദുഃഖം സുഖം നിജ കർമ്മവശാഗത. മുക്തിയൊന്നുൾക്കാമ്പു കൊണ്ടു നിനച്ചതിൽ യദ്യഗതം തത്ര കാലാന്തരേ തത്തത് ഭുജിച്ചതി സ്വസ്ഥനായി വാഴണം. ഭോഗത്തിനെ കൊണ്ട് കാമിക്കയും വേണ്ട. ഭോഗം വിധികൃതം വർജിക്കയും വേണ്ട. വ്യക്തമോത്തോളം വിഷാദ പ്രകർഷങ്ങൾ ചിത്തേ ശുഭാശുഭ കർമ്മഫലോദയേ. മർത്യഗേഹം
പുണ്യപാപങ്ങളെ കൊണ്ട് നിത്യമുൽപ്പന്നം വിധിവിഹിതം സഖേ സൗഖ്യ ദുഃഖങ്ങൾ സഹജമേവർക്കുമേ നീക്കാവതല്ല സുരാസുരന്മാരാലും. ലോകേ സുഖാനന്തരം ദുഃഖമായി വരും, ആകുലമില്ല ദുഃഖാനന്തരം സുഖം. നൂനം ദിനരാത്രി പോലെ ഗതാഗതം, മാനസേ ചിന്തിക്കിൽ അത്രയുമല്ലടോ. ദുഃഖമധ്യേ സുഖമായും വരും, പിന്നെ ദുഃഖം സുഖമധ്യ സംസ്ഥമായും വരും. രണ്ടുമന്യോന്യ സംയുക്തമായേവന് ഉണ്ടോ ജലപങ്കമെന്ന പോലെ സഖേ. ആകയാൽ ധൈര്യേണ വിദ്വജ്ജനം ഹൃദി ശോകകർഷങ്ങൾ കൂടാതെ വസിക്കുന്നു. ഇഷ്ടമായുള്ളതു തന്നെ വരുമ്പോഴും ഇഷ്ടമല്ലാത്തതു തന്നെ വരുമ്പോഴും ദുഷ്ടാത്മനാമരുന്നു ബുധജനം. ദുഷ്ടമെല്ലാം മഹാമായേതി ഭാവനാൽ യുദ്ധം ഗുഹനും സുമിത്രാത്മജനുമായി വൃത്താന്തഭേദം പറഞ്ഞു നിൽക്കും നേരം മിത്രനുദിച്ചതു സത്വരം. രാഘവൻ നിത്യകർമ്മങ്ങളും ചെയ്തരുളി ചെയ്തു. തോണി വരുത്തുകന്നപ്പോൾ ഗുഹൻ നല്ല തോണിയും കൊണ്ടുവന്നാശു വണങ്ങിനാൻ. സ്വാമിന്യം ദ്രോണികാ സമാരുഹ്യതാം സൗമിത്രിണ ജനകാത്മജാസമം. തോണി തുഴയുന്നതും അടിയൻ തന്നെ മാനവവീര മമ പ്രാണവല്ലഭ. ശൃംഗിവേരാധിപൻ വാക്കു കേട്ടന്നേരം മംഗലദേവതയാകിയ സീതയെ കയ്യും പിടിച്ച് കരേറ്റി ഗുഹനുടെ കയ്യും പിടിച്ചു താനും കരേറിയിടിനാൻ. ആയുധമെല്ലാം എടുത്തു സൗമിത്രിയും ആയതമൊരു തോണി കരേറിനാൻ. ജ്ഞാതിവർഗത്തോടുകൂടെ ഗുഹൻ പരമാദരവോടു വഹിച്ചതു തോണിയും. മംഗലാപാങ്കിയാം ജാനകി ദേവിയും ഗംഗയെ പ്രാർത്ഥിച്ചു നന്നായി വണങ്ങിനാൻ. ഗംഗേ ഭഗവതി ദേവി നമസ്തുതേ, ഗംഗേ ഭഗവതി ദേവി നമസ്തുതേ. സങ്കേത ശംഭുതൻ മൗലിയിൽ വാഴുന്ന സുന്ദരി ഹൈമവതി നമസ്തേ. നമോ മന്ദാകിനി ദേവി ഗംഗേ നമസ്തുതേ. ഞങ്ങൾ വനവാസവും കഴിഞ്ഞാതരാൽ ഇങ്ങു വന്നാൽ ബലിപൂജകൾ നൽകുവൻ രക്ഷിച്ചു കൊള്ളുക നിയാപത്തു കൂടാതെ ദക്ഷാരി വല്ലഭേ ഗംഗേ നമോസ്തുതേ. ഇത്തരം പ്രാർത്ഥിച്ചു വന്ദിച്ചിരിക്കവേ സത്വരം പാരകൂലം ഗമിച്ചിടിനാൻ. തോണിയിൽ നിന്ന് താഴത്തിറങ്ങി ഗുഹൻ താണു തൊഴുതപേക്ഷിച്ചാൻ മനോഗതം. കൂടെ വിടകൊള്ളുവതിന്നടിയെന്നുമൊരാടൽ കൂടാതെ അനുജ്ഞ നൽകിയിടണം. പ്രാണങ്ങളെ കളഞ്ഞിടുവനല്ലാകിലേണാംഗവിംബാനനെ ജഗദീപതേ. നൈഷാദവാക്യങ്ങൾ കേട്ടു മനസ്സി സന്തോഷേണ രാഘവനേവമരുൾ ചെയ്തു. സത്യം 14 സംവത്സരം വിപീനത്തിൽ വസിച്ചു വരുവൻ വിരവിൽ ഞാൻ. ചിത്തവിഷാദമൊഴിഞ്ഞു വാണിടു നീ സത്യവിരോധം വരാരാമഭാഷിതം. ഇത്തരം ഓരോ വിധമരുളി ചെയ്ത് ചിത്തമോദേന ഗാഢാശ്ലേഷവും ചെയ്ത് ഭക്തനെ പോകുന്ന യച്ചൂരകൂത്തമൻ ഭക്ത്യ നമസ്കരിച്ചഞ്ജലിയും ചെയ്തു. മന്ദമന്ദം തോണിമേലെ ഗുഹൻ വീണ്ടും മന്ദിരം പുക്കു ചിന്തിച്ചു മരുവിനാ. ഓം സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീരാമായ നമഃ. ഓം ശ്രീരാമായ നമഃ. ഓം ശ്രീരാമായ നമോ നമഃ. ഓം ശ്രീരാമായ നമഃ. ഓം നമോ നാരായണായ.